ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന അവസാനത്തെ ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22 അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും തടവിൽ കഴിയുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് ചില റൈറ്റ്സുകൾ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. ഇവിടെ തടവല്ല എങ്കിൽ ഡിറ്റൻഷൻ എന്നുകൊണ്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന് പ്യൂണിറ്റീവ് ഡിറ്റൻഷനും രണ്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനും. പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാർഹമായിട്ടുള്ള തടവ് എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നാൽ പ്രതിരോധത്തിന് വേണ്ടിയുള്ള അറസ്റ്റ് ചെയ്തിട്ട് തടവിൽ പാർപ്പിക്കുന്നതിനെയാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പ്യൂണിറ്റീവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്യൂണിറ്റീവ് എന്നാൽ ഇപ്പോൾ ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തെന്ന് വിചാരിക്കുക, അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി ഈ വ്യക്തി കടന്നു പോകും. ട്രയൽ നടക്കും, കോടതി അയാൾ ചെയ്ത തെറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ അയാൾക്ക് നൽകും. അത്തരത്തിൽ കിട്ടുന്ന ശിക്ഷേനെയാണ് നമ്മൾ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നാൽ ഒരു വ്യക്തി കോടതിയിൽ ട്രയലും മറ്റൊന്നും നടക്കാതെ തന്നെ അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുക എന്നതാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ശരിക്കും അയാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിനുള്ള പണിഷ്മെൻ്റ് ആയിട്ടല്ല അദ്ദേഹത്തിന് ലഭിക്കുന്നത്. നിയർ ഫ്യൂച്ചറിൽ അദ്ദേഹം ഒരു ഒഫൻസ് ചെയ്യാതിരിക്കുവാനായിട്ടാണ്, അതിൽ നിന്നും അയാളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലൊരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് സംശയത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ ഒരു കുറ്റം ചെയ്യാതിരിക്കുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. ആർട്ടിക്കിൾ 22 തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം പറയുന്നത് ഓർഡിനറി ലോയുമായി ബന്ധപ്പെട്ട് കേസുകൾ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ഭാഗം പറയുന്നത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓർഡിനറി ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ശരിക്കും ഓർഡിനറി ലോയുടെ കീഴിൽ ഡിറ്റെയിൻ ആകുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ആകുന്ന വ്യക്തികൾക്ക് കുറച്ച് അവകാശങ്ങൾ നൽകുന്നുണ്ട്. എന്തെല്ലാമാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് അയാളെ അറിയിച്ചിരിക്കണം. അതായത് ഇദ്ദേഹത്തെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, അതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് അദ്ദേഹത്തെ അറിയിക്കണമെന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഒരു നിയമജ്ഞൻ, അതായത് ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുവാനുള്ള അവകാശം ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കുമെന്നാണ് രണ്ടാമതായിട്ട് നൽകുന്ന അവകാശം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നൽകുന്ന അവകാശം യാത്രാ സമയം ഒഴിവാക്കിയിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നാണ് പറയുന്നത്. അതായത് യാത്ര ചെയ്യാനുള്ള സമയം ഒഴിവാക്കിയിട്ട് ആ വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നാണ് മൂന്നാമതായിട്ട് നൽകുന്ന അവകാശം എന്ന് പറയുന്നത്. നാലാമതായിട്ട് നൽകുന്ന അവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ വ്യക്തിയെ ഹാജരാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിനെ തടങ്കലിൽ വെക്കുവാനായിട്ട് അനുമതി നൽകിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 24 മണിക്കൂർ കഴിയുന്ന സമയത്ത് ഇദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാണ് നാലാമതായിട്ട് നൽകുന്ന അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവകാശങ്ങളൊന്നും തന്നെ നമ്മുടെ എനിമി ഏലിയൻസ് ആയിട്ടുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷന് കീഴിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്കോ ഒന്നും ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമല്ല എന്നുള്ളത് ഓർത്തുവെക്കണം. അപ്പോൾ ഈ 4 അവകാശങ്ങളും എനിമി ഏലിയൻസ് ആയിട്ടുള്ള വ്യക്തികൾക്കോ പ്രിവെൻറ്റീവ് ഡിറ്റൻഷന് കീഴിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്കോ ലഭിക്കുകയില്ല എന്നുള്ളത് ഓർത്തു വെക്കണം. അപ്പം ആരാണ് ഈ എനിമി ഏലിയൻസ് എന്ന് പറയുന്നത്? നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ചതാണ് ആരാണ് എനിമി ഏലിയൻസ് എന്നുള്ളതൊക്കെ. എനിമി ഏലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന വ്യക്തികളെയാണ് നമ്മൾ എനിമി ഏലിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എനിമി ഏലിയൻസിന് ഈ പറയുന്ന അവകാശങ്ങൾ ലഭിക്കുകയില്ല എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ കാര്യം നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വരുന്ന സമയത്തും ഈ പറഞ്ഞ 4 അവകാശങ്ങൾ, അതായത് പാർട്ട് 1 പറയുന്ന 4 അവകാശങ്ങൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ പെടുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ക്രിമിനൽ അല്ലെങ്കിൽ ക്വാസി ക്രിമിനൽ നേച്ചർ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് പ്രജുഡീഷ്യലായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസിൽ മാത്രമായിട്ടാണ് ഈ പറഞ്ഞ അവകാശങ്ങൾ ലഭിക്കുക. അപ്പോൾ ഈ പറഞ്ഞ അവകാശങ്ങൾ എങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും ലഭിക്കുക? ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ക്വാസി ക്രിമിനൽ നേച്ചർ വരുന്ന അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് പ്രജുഡീസ് ആയിട്ട് വരുന്ന അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ആപ്ലിക്കബിളായിട്ട് വരുന്നത്.
ഇനി ഇത് കൂടെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ്, ഇതിപ്പോൾ ഒരു കോർട്ട് ഓർഡർ അനുസരിച്ച് നടന്ന അറസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിവിൽ അറസ്റ്റ് ആണെങ്കിൽ, ഇനി അതുമല്ല എങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്നതിൽ വന്ന ഫെയിലിയർ കൊണ്ട് വരുന്ന അറസ്റ്റ് ആണെങ്കിൽ, ഇനി അതുമല്ല ഒരു ഏലിയനെ ഡിപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഈ ആർട്ടിക്കിൾ 22 പറയുന്ന ഫസ്റ്റ് പാർട്ട് ആപ്ലിക്കബിൾ ആകില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഈ ആർട്ടിക്കിളിൻ്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഈ ആർട്ടിക്കിളിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡിറ്റൈൻ ആയവർക്ക് കിട്ടുന്ന അവകാശങ്ങളാണ്. ഇത് സിറ്റിസൺ ആണെങ്കിലും ഏലിയൻ ആണെങ്കിലും ഈ ഒരു റൈറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പാർട്ട് ബിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ കാര്യത്തിൽ ഒരു അഡ്വൈസറി ബോർഡാണ് തീരുമാനമെടുക്കുന്നത് എന്നാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഈ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ അടങ്ങിയ ഒരു ബോർഡിനെയാണ് നമ്മൾ ഇതിൻ്റെ അഡ്വൈസറി ബോർഡ് എന്ന് വിളിക്കുന്നത്. ഈ അഡ്വൈസറി ബോർഡ് ഈ പറഞ്ഞ വ്യക്തിയെ ഇനിയും കൂടുതൽ കാലം ഡിറ്റൻഷൻ വെക്കണം എന്നുള്ള രീതിയിൽ ഒരു ക്ലോസ് മുന്നോട്ട് വെക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഒരിക്കലും 3 മാസത്തിൽ കൂടി ഒരു സമയത്തിലേക്ക് അദ്ദേഹത്തെ തടങ്കലിൽ പാർപ്പിക്കാൻ പാടില്ല എന്നതാണ്. അത്തരത്തിലൊരു അഡ്വൈസറി ബോർഡ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലോസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തെ മാക്സിമം തടങ്കലിൽ പാർപ്പിക്കാൻ പറ്റുന്നൊരു ടൈം എന്ന് പറയുന്നത് മാക്സിമം 3 മാസമാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ വിട്ടയക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ പേരിൽ തടങ്കലിൽ അകപ്പെടുന്ന വ്യക്തിക്ക് അദ്ദേഹത്തെ എന്ത് ഗ്രൗണ്ട്സിൻ്റെ പേരിലാണ് ഡിറ്റെയിൻ ചെയ്യുന്നത് എന്ന കാര്യം അറിയിച്ചിരിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റിനെതിരായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യവുമില്ല. അല്ലാത്തവയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അതായത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണം. എക്സെപ്റ്റ് എന്താണ്, അതൊരു പബ്ലിക് ഇൻട്രസ്റ്റിനെതിരെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയേണ്ട സാഹചര്യവുമില്ല. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ബിക്കോസ് ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ മറ്റൊരു റൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിറ്റൻഷൻ ചെയ്യുന്ന വ്യക്തിയെ ഈ ഡിറ്റൻഷൻ ഓർഡറിനെതിരെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള അവകാശം ഈ വ്യക്തിക്ക് നൽകിയിരിക്കണമെന്നുള്ളതാണ്. ഓക്കെ, ഒരു വ്യക്തിയെ ഡിറ്റെയിൻ ചെയ്തു, അപ്പോൾ ആ ഡിറ്റെയിൻ ചെയ്യുന്ന ഓർഡറിനെതിരെ ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാനുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഈ വ്യക്തിക്ക് നൽകിയിരിക്കണമെന്നാണ് അടുത്തതായിട്ട് ഇദ്ദേഹത്തിന് നൽകുന്ന മറ്റൊരു റൈറ്റ് എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ കാര്യത്തിൽ. ഈ ആർട്ടിക്കിൾ 22 ബന്ധപ്പെട്ട് പാർലമെൻറ്റിന് മറ്റ് ചില അധികാരങ്ങൾ കൂടെ നൽകുന്നുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ അഭിപ്രായം കൂടാതെ തന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നിയമപ്രകാരം ഒരു വ്യക്തിയെ 3 മാസത്തിൽ കൂടുതൽ തടങ്കലിൽ വെക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളും കേസുകളും ഏതൊക്കെയാണെന്ന് നിർണ്ണയിക്കുവാനുള്ള അവകാശം പാർലമെൻറ്റിനുണ്ട്. രണ്ടാമതായിട്ട് ചില കേസുകളിൽ പാർലമെൻറ്റിന് തീരുമാനിക്കുകയാണ് ഈ വ്യക്തിയെ 3 മാസത്തിൽ കൂടുതൽ ഡിറ്റെയിൻ ചെയ്യണം. അതിന് അഡ്വൈസറി കമ്മിറ്റിയുടെ അഡ്വൈസും ആവശ്യമില്ല. അങ്ങനെ പാർലമെൻറ്റ് അത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് തീരുമാനിക്കാനുള്ള അവകാശവും പാർലമെൻറ്റിനുണ്ട്. ഓക്കെ, അതായത് ചില കേസുകളിൽ പാർലമെൻറ്റ് തീരുമാനിക്കുകയാണ് ഈ വ്യക്തിയെ 3 മാസത്തിൽ കൂടുതൽ ഡിറ്റെയിൻ ചെയ്യണം. അതിനൊരു അഡ്വൈസറി കമ്മിറ്റിയുടെ ഒരു ഉപദേശം ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും പാർലമെൻറ്റിനുണ്ട്. ഇതാണ് രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്നത്. മൂന്നാമത്തെ അവകാശം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് പാർലമെൻറ്റിനുണ്ട്. അതായത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോയുടെ കീഴിൽ ഏത് ക്ലാസസ് ഓഫ് കേസ് ആണെങ്കിലും അത്തരത്തിൽ ഡിറ്റെയിൻ ചെയ്ത ഒരു വ്യക്തിയെ ഡിറ്റെയിൻ വെക്കുന്നതിൻ്റെ മാക്സിമം പീരീഡ് കാലാവധി എത്രയാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും പാർലമെൻറ്റിനുണ്ട്. അപ്പോൾ ഈ 3 അധികാരങ്ങളെക്കുറിച്ച് ഇപ്പം നിലവിൽ നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെ കൂടെ തന്നെയുള്ള അടുത്ത കാര്യമാണ്, അതായത് അഡ്വൈസറി ബോർഡിൻ്റെ ഇൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പാർലമെൻ്റ് ആയിരിക്കും എന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർലമെൻറ്റിൻ്റെ അവകാശവുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. പിന്നീട് 1978 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നപ്പോഴേക്കും ഒരു കാര്യം അഡ്വൈസറി ബോർഡിൻ്റെ ഒപ്പീനിയൻ ഇല്ലാതെ ഡിറ്റൻഷൻ വെക്കുവാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 3 മാസത്തിൽ നിന്നും 2 മാസമായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാലയളവെന്ന് പറയുന്നത് 3 മാസമായിട്ട് തന്നെയാണ് തുടർന്നു പോരുന്നത്. പിന്നീട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ കാര്യത്തിൽ പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകൾക്കും അവരുടേതായിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവർ എന്തൊക്കെയാണെന്ന് ഭരണഘടന ഡിവൈഡ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതായത് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന
പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ് ഉണ്ടാക്കുവാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് പാർലമെൻ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പബ്ലിക് ഓർഡർ മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ട സർവീസസ് മെയിൻ്റെനൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് പാർലമെൻറ്റിനും സ്റ്റേറ്റിനും നിയമങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും. ഇതുകൂടാതെ പാർലമെൻറ്റ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിലൊന്നാമതായിട്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് 1950, അത് 1969 ആയപ്പോഴത്തേക്കും എക്സ്പയർഡ് ആയി. രണ്ടാമതായിട്ട് മെയിൻ്റെനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് MISA എന്ന് പറയും. അത് 1971 കൊണ്ടുവന്നു. പിന്നീട് അത് 1978 ആയപ്പോഴത്തേക്കും റിപ്പീൽ ചെയ്തു. പിന്നെ മൂന്നാമതായിട്ടുള്ളതാണ് കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട്, അല്ലെങ്കിൽ കൊഫേപ്പോസ ആക്ട് 1974 കൊണ്ടുവന്നത്. പിന്നീട് നാലാമതായിട്ടുള്ളതാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട്, അല്ലെങ്കിൽ NIS, നാസ എന്ന് പറയും, 1980. അഞ്ചാമതായിട്ടുള്ളതാണ് പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈസ് എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ട്, PBMCCA, അത് 1980 കൊണ്ടുവന്നതാണ്. പിന്നെയാണ് ടാഡ. ടാഡ എന്ന് പറയുന്നത് ടെററിസ്റ്റ് ആൻഡ് ഡിസ്റപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1985 കൊണ്ടുവന്നു. ഇത് 1995 ആയപ്പോഴത്തേക്കും റിപ്പീൽ ചെയ്തു. പിന്നീടുള്ള ആക്ട് എന്നതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ POT, പോട്ട എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പോട്ട, POTA, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, 2002 കൊണ്ടുവന്നു, 2004 റിപ്പീൽ ചെയ്തു. പിന്നെ നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ആക്ടാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അല്ലെങ്കിൽ UAPA. അത് 1967 കൊണ്ടുവന്നു. പിന്നീട് 2004, 2008, 2012, 2019 അമെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയും നിയമങ്ങളാണ് ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ലാസ് മുഴുവനും കാണുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക. നിങ്ങൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് നല്ല രീതിയിലുള്ള ശ്വാസം മുട്ടലുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടോക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ എന്തെങ്കിലും അതുകൊണ്ട് വരുന്ന പോരായ്മകളുണ്ട്, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ കുറയുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.